അതിന്റെ ബ്രേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ സ്പീഡ് നിങ്ങൾ വിയറ്റ്നാമിലേക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു ക്ലിഫിലേക്ക് വലിച്ചെറിയുന്ന പോലെ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിയറ്റ്നാമിൽ നിങ്ങൾക്ക് കറങ്ങാൻ പറ്റിയ കുറച്ച് അടിപൊളി സ്ഥലങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ ഏത് ട്രാവൽ പാക്കേജ് എടുത്ത് നോക്കിയാലും എല്ലാ പാക്കേജസും നമ്മൾ കൊണ്ടുപോകുന്ന കുറെ ഒരു കോമൺ ലിസ്റ്റ് ഓഫ് പ്ലേസസ് ഉണ്ട്. അതായത് ഈ ബാണ ഹിൽസ് അല്ലെങ്കിൽ ബിൻതാങ് മാർക്കറ്റ്, ഹലോങ് ബേ, ഫുക്കോക്ക് തുടങ്ങിയ കുറെ സ്ഥലങ്ങളിലാണ് എല്ലാ പാക്കേജസും നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേങ്കിലും ഇതൊന്നും അല്ലാതെ നമ്മുടെ ട്രിപ്പ് കൂടുതൽ മെമ്മറബിൾ ആൻഡ് അടിപൊളിയാക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് വിയറ്റ്നാമിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങളൊരു വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. കാരണം ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം റിഗ്രറ്റ് ചെയ്തിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. സോ ഫുള്ള് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ആദ്യം പറയാനുള്ളത് റെയിൻബോ സ്ലൈഡ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ വിയറ്റ്നാമിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഈ റെയിൻബോ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ റീൽസ് ഒക്കെ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾ വിയറ്റ്നാമിലേക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം ഇതങ്ങനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര പേടിക്കുന്ന ഒരു സംഭവമല്ല. എന്നാൽ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇതിന്റെ പ്രൈസും അങ്ങനെ ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ റെയിൻബോ സ്ലൈഡിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. ആൻഡ് വിയറ്റ്നാമിൽ ഈ ഒരു റെയിൻബോ സ്ലൈഡ്സ് നമുക്ക് പല ഏരിയാസിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ ഹനോയിലുണ്ട്, ഹലോങ്ങിലുണ്ട്, സാപ്പ ഏരിയയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെയിൻബോ സ്ലൈഡ്സ് ഉള്ളത് സാപ്പ റീജിയനിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സാപ്പ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെയിൻബോ സ്ലൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സാപ്പ റീജിയനിൽ തന്നെ മൾട്ടിപ്പിൾ റെയിൻബോ സ്ലൈഡ്സ് ഉണ്ട് കേട്ടോ. അതായത് സാപ്പ ഏരിയയിലുള്ള ഗ്രീൻ വാലിയിൽ ഒരു റെയിൻബോ സ്ലൈഡ് ഉണ്ട്. അതേപോലെ തന്നെ സ്വിംഗ് സാപ്പ എന്ന് പറഞ്ഞിട്ട് വേറൊരു റെയിൻബോ സ്ലൈഡ് ഉണ്ട്. പിന്നെ സാപ്പയിലുള്ള കാറ്റ് വില്ലേജിൽ വേറൊരു റെയിൻബോ സ്ലൈഡ് ഉണ്ട്. അങ്ങനെ സാപ്പ റീജിയനിൽ തന്നെ മൾട്ടിപ്പിൾ റെയിൻബോ സ്ലൈഡ്സ് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ റെയിൻബോ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് സാപ്പ എന്ന് പറയുന്ന റെയിൻബോ സ്ലൈഡ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് ദ മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പൊക്കോളൂ. ആൻഡ് ഈ സ്വിംഗ് സാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാപ്പ ടൗണിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സ് അപ്പാർട്ട്, അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും. ആൻഡ് ഈ പല സ്ഥലങ്ങളിലും ഈ സ്ലൈഡിന്റെ കളർ തീം ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. സോ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പ്രൈസ് റേഞ്ച് എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മളൊരു വെക്കേഷന് പോകുമ്പോൾ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷേങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതേപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് ഭയങ്കര മെമ്മറബിൾ ആവും കേട്ടോ. സോ അതൊരു ടിപ്പാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റി എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത് ആൽപൈൻ കോസ്റ്റർ റൈഡ് ആണ് കേട്ടോ. അപ്പൊ ഈ വിയറ്റ്നാമിലെ ആൽപൈൻ കോസ്റ്റേഴ്സ് ഭയങ്കര പോപ്പുലർ ആണ്. ഇതിന്റെയും കുറെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അതായത് ഇത് എന്താന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി മൗണ്ടൻ റോളർ കോസ്റ്റേഴ്സ് ആണ്. പക്ഷേങ്കിലും അതിനകത്തൊരു ബ്രേക്ക് പാഡിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു കോസ്റ്ററിന്റെ സ്പീഡ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ആൻഡ് ഈ ഒരു കോസ്റ്ററിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പോലത്തെ സംഭവമായിരിക്കും. പക്ഷേങ്കിലും അതിന്റെ ബ്രേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. സോ നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ വിട്ടു പോവാം. സോ അങ്ങനെ എന്താ പറയാ, അഗൈൻ ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി റൈഡാണ്. നിങ്ങൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം. ആൻഡ് വിയറ്റ്നാമിൽ നമുക്ക് 3 ഏരിയാസിലാണ് ഈ ഒരു ആൽപൈൻ കോസ്റ്റർ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് ബാണ ഹിൽസിലുണ്ട്, പിന്നെ ദലാത്തിലുണ്ട്, അതേപോലെ തന്നെ സാപ്പ റീജിയനിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ലൊക്കേഷൻസിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽപൈൻ കോസ്റ്റർ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 3 ഓപ്ഷൻസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ദ മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബാണ ഹിൽസ് ആണ് കേട്ടോ. ബാണ ഹിൽസിൽ ആൽപൈൻ കോസ്റ്റർ ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ആൻഡ് ഈ 3 ലൊക്കേഷൻസിൽ എനിക്ക് ഒന്ന് ബാണ ഹിൽസിലെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് ബാണ ഹിൽസിൽ ഒരു ജനറൽ സൈറ്റ് സീയിങ് ചെയ്യാനും പറ്റും. ആൻഡ് ഈ ഒരു ആൽപൈൻ കോസ്റ്റർ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. പിന്നെ ഇനി ഇതിന്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബാണ ഹിൽസിലെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാണ ഹിൽസിലേക്കുള്ള എൻട്രൻസ് ഫീ പേ ചെയ്യണം, പ്ലസ് ഈ ഒരു ആൽപൈൻ കോസ്റ്റർ റൈഡിന്റെ കോസ്റ്റും പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ബാണ ഹിൽസിലെ എൻട്രൻസ് ഫീ വരുന്നത് അറൌണ്ട് ഒരു 3000 to 3100 ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അത് കാരണം അവിടെ ബാണ ഹിൽസിൽ നമുക്ക് മറ്റേ സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൈഡിന്റെ കോസ്റ്റ് വരുന്നത് ജസ്റ്റ് 250 to 350 ഇന്ത്യൻ റുപ്പീസ്, അത്രയും പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. സോ ടോട്ടൽ 3000 plus 300, അതായത് ഒരു അറൌണ്ട് 3300 to 3400 ഇന്ത്യൻ റുപ്പീസ് ഒരാൾക്ക് ബാണ ഹിൽസ് വിസിറ്റ് ചെയ്യാനും ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ ആകും കേട്ടോ. മറ്റേ ബാണ ഹിൽസിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റേ ബ്രിഡ്ജ് ഇങ്ങനെ കൈകൊണ്ട് താങ്ങിയേക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു റൈഡും കൂടെ എൻജോയ് ചെയ്യാനായിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു 3300 to 400 ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ ദലാങ്ങിലും സാപ്പയിലും ഈ ഒരു റൈഡിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ് കേട്ടോ. അതായത് ഒരാൾക്ക് ഒരു അറൌണ്ട് 700 to 800 ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും ഈ ഒരു ആൽപൈൻ റോളർ കോസ്റ്ററിന്റെ റൈഡിന് കോസ്റ്റ് വരുന്നത്. ആൻഡ് അവിടെ പ്രത്യേകിച്ച് വേറെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. സോ ടോട്ടൽ കോസ്റ്റ് ഇത്രേ ആവത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇനി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ട്രിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാപ്പയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ആൽപൈൻ കോസ്റ്റും കൂടെ ചെയ്തോളൂ അലോങ് വിത്ത്
റെയിൻബോ സ്ലൈഡ്. അതല്ല നിങ്ങൾക്ക് ബാണ ഹിൽസും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഗോ ടു ബാണ ഹിൽസ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തന്നോളൂ കേട്ടോ. അടുത്ത ഇനി എനിക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൊക്കേഷൻ റോങ്മേ സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ്. ഇത് നമ്മുടെ സാപ്പ ടൗണിൽ നിന്ന് അറൌണ്ട് 18 കിലോമീറ്റേഴ്സ് അപ്പാർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആൻഡ് ഈ ഒരു റോങ്മേ സ്കൈ വാക്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് സ്കൈ വാക്ക് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഏരിയൽ സ്വിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ആക്ടിവിറ്റിയുടെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ റോങ്മേ സ്കൈ വാക്കിലുള്ള ആക്ടിവിറ്റീസിന്റെയും പ്രൈസിന്റെയും ഡീറ്റെയിൽസ് പറയുമ്പോൾ ഫസ്റ്റ് പറയാനുള്ള കാര്യം അവിടുത്തെ ബേസിക് എൻട്രി ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത് അറൌണ്ട് ഒരു 1500 ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ ഒരാൾക്ക്. 1500 to 1700 ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് വരിക. ആൻഡ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ഫീ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു ടിക്കറ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു എലിവേറ്ററിൽ കയറ്റിയിട്ട് മൗണ്ടന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഒരു ഗ്ലാസ് വാക്ക് വേ ഉണ്ട്, അതായത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലൊരു സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. ആൻഡ് അവിടെ ഇങ്ങനെ വ്യൂയിങ് ഡെക്സും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വ്യൂയിങ് ഡെക്സ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള എൻട്രൻസ് ടിക്കറ്റിൽ വരുന്ന കാര്യം. ആൻഡ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കാരണം അതിനകത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചൈനയിൽ പോകേണ്ട ആവശ്യമില്ല. വിയറ്റ്നാമിൽ ഈ ഒരു സ്ഥലത്ത് വന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് അറൌണ്ട് 2000 മീറ്റേഴ്സ് അബവ് സീ ലെവൽ ആണ്. ഇങ്ങനെ ഒരു ക്ലിഫിൽ ഹാങ്ങിങ് പോലെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കിടക്കുന്നത്. സോ അത് നടക്കുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നല്ലൊരു സംഭവം തന്നെയായിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ എൻട്രൻസ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് എൻട്രൻസ് ടിക്കറ്റിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മിനിമം ഒരു 30 മിനിറ്റ്സ് ആണ് അവർ പറയുന്നത്. ഇനി ഇതിനുപരിയായി നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ആഡ് ഓൺ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള ആഡ് ഓൺ ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് ഓരോ ആഡ് ഓൺ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് വരുന്നത് അറൌണ്ട് 550 to 600 ഇന്ത്യൻ റുപ്പീസ് ആണ്. അപ്പൊ ഇനി ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈൻ ആണ് കേട്ടോ. അതായത് ഈ ഒരു മൗണ്ടൻ വാലിയിൽ ഇങ്ങനെ ഒരു സിപ്പ് ലൈൻ ഉണ്ടാവും, അതിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു സിപ്പ് ലൈനിലെ റൈഡിന്റെ സ്പീഡ് അവർ പറയുന്നത് 40 km/h ആണ് കേട്ടോ. സോ ആ ഒരു സ്പീഡിലായിരിക്കും ഈ ഒരു സിപ്പ് ലൈൻ ഉള്ളത്. ആൻഡ് അതിന്റെ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോർ ദാൻ 2000 മീറ്റേഴ്സ് ഫ്രം സീ ലെവൽ ആയിരിക്കും കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഒരു അടിപൊളി സംഭവമായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ത്രില്ലിംഗ് ആക്ടിവിറ്റി, അതായത് സിപ്പ് ലൈൻ. പിന്നെ രണ്ടാമത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയൽ സ്വിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയൽ സ്വിംഗിന്റെ വേറൊരു പേര് ഡെത്ത് സ്വിംഗ് എന്നാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരു ക്ലിഫിലേക്ക് വലിച്ചെറിയുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്വിംഗിൽ നിന്ന് കിട്ടുന്നത്. സോ അത്യാവശ്യം നല്ല അഡ്രിനാലിൻ റഷ് ഉള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. നിങ്ങളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അഗൈൻ ഐ റിപ്പീറ്റ്, ഇത് എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റോപ്പ് സൈക്ലിംഗ് ആണ്, വിച്ച് ഇസ് ഓൾസോ നോൺ എസ് സ്കൈ ബൈക്ക്. സോ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പല റിസോർട്ട്സിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെയിം സാധനമാണ് ഇത്. പക്ഷെ നല്ല ഹൈറ്റിലായിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 മീറ്റേഴ്സ് അബവ് സീ ലെവൽ ആയിരിക്കും ഈ ഒരു റോപ്പ് വേ ഉള്ളത്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ സൈക്കിൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. അഗൈൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ട്രൈ ദാറ്റ്. പിന്നെ അടുത്ത ആക്ടിവിറ്റിനെ പറഞ്ഞ പ്ലാങ്ക് എന്നാണ് കേട്ടോ. ആൻഡ് അതിന്റെ വേറെ പേര് ഹാങ്ങിങ് ബ്രിഡ്ജ് ചാലഞ്ച് എന്നാണ്. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ നാരോ ആയിട്ടുള്ള പ്ലാങ്ക്സ് ഉണ്ടാവും, അതിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകണം കേട്ടോ. അപ്പോൾ ഇത് അഗൈൻ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള വളരെ അഡ്രിനാലിൻ റഷ് ഉള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇതെല്ലാം സേഫ് ആണ് കേട്ടോ. ഇറ്റ് സേഫ് ടു എക്സ്പ്ലോർ. അപ്പൊ ഈ ഒരു നാരോ സസ്പെൻഡഡ് പ്ലാങ്ക്സ് കൂടെ നമ്മളിങ്ങനെ നടന്ന് പോവാം. അത്രയേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹൈറ്റ്സിനെ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അതിന് എന്താ ഫോബിയ, ആ ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല. എന്താണെങ്കിലും ഹൈറ്റ്സിനെ പേടിയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ പാടായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ പ്ലാങ്ക്സ് കൂടെ നടന്നു പോകാന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ലിറ്ററലി നമ്മൾ ക്ലിഫ് ആയിരിക്കും കേട്ടോ കാണുന്നത്. സോ അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും. പക്ഷേങ്കിലും ഇറ്റ്സ് ടോട്ടലി സേഫ്, പേടിക്കാനായിട്ടൊന്നും ഇല്ല. ടൂറിസ്റ്റ് എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ടിക്കറ്റിന് 1500 to 1800 ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദി എക്സ്ചേഞ്ച് റേറ്റ്. പിന്നെ അതിലൂടെ നമ്മൾ ഒരു ആക്ടിവിറ്റി ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ് എക്സ്ട്രാ ആകും. അതല്ല 2 ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസ് എക്സ്ട്രാ ആവും. അതല്ല 3 ആണെന്നുണ്ടെങ്കിൽ 1500 റുപ്പീസ് എക്സ്ട്രാ ആകും. നമുക്ക് ടോട്ടൽ 3 ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ടിക്കറ്റിന്റെ കൂടെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇനി വിയറ്റ്നാമിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുമോ? കമന്റ് ഇടും കേട്ടോ. പിന്നെ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പ്രോ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കയ്യിൽ കരുതുക കേട്ടോ. കാരണം ഈ സ്ഥലങ്ങളിലൊന്നും കാർഡ് പേയ്മെന്റ്സ് മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്യാറില്ല. സോ ടേക്ക് ക്യാഷ് വിത്ത് യു. സോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മൊത്തം കൺഫ്യൂഷൻ ആകും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യൂ കേട്ടോ. ഇതൊരു പ്രോ ടിപ്പാണ്.
അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇൻ സാപ്പ റീജിയൻ അല്ലെങ്കിൽ ഇൻ ആൻഡ് അറൌണ്ട് സാപ്പ ഉള്ള കുറെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾ സാപ്പ ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേബിൾ കാർ റൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഫാൻസി പാൻ കേബിൾ കാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ നിയർ സാപ്പ. സോ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കേബിൾ കാർ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു വാട്ടർഫോളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാപ്പ റീജിയനിൽ നല്ല വാട്ടർഫോളും ഉണ്ട് കേട്ടോ. അതായത് ലവ് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി വാട്ടർഫോൾ ഉണ്ട്. സോ ഇങ്ങനെ വാട്ടർഫോളിൽ പോകാനും ബേത്ത് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ എൻജോയ് ഇറ്റ്. യു ക്യാൻ ആഡ് ഇറ്റ് യുവർ ഐറ്റിനറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സാപ്പ റീജിയനിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ സാപ്പ കൂടെ നിങ്ങളുടെ ഐറ്റിനറിയിലേക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ഒരുപക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെങ്കിലും ചിലതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ട്രിപ്പ് നമുക്ക് ശരിക്കും മെമ്മറബിൾ ആക്കാൻ പറ്റും. കാരണം വിയറ്റ്നാമിലേക്ക് നമ്മൾ ഇനി ഒരു ട്രിപ്പ് കൂടെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്, റൈറ്റ്? അപ്പോൾ പോകുന്ന സമയത്ത് മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, എൻജോയ് യുവർ ട്രിപ്പ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതേപോലുള്ള വേറെ ട്രാവൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ ടാ.